നിന്റെ പേരെന്താ? പഞ്ചവൻ പാരിവന്തൻ. എന്ത് പേരാടത്? പാരിവന്തനോ? അന്ന് മുരുകന് കാവടി എടുത്തില്ലേ, ആ പാരിയാടാ. ഒന്ന് വേഗം വന്നാ പാൻറ്റൊന്നും ഒരുക്കേ. പറഞ്ഞത് കേട്ടല്ലേ, ഊരടാ, വേഗം അഴിക്കടാ. ഡാ, നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നനഞ്ഞ പാൻറ് ഇട്ടാൽ ജലദോഷം വന്ന് പനി പിടിക്കും, അതുകൊണ്ട് അഴിക്കും. എന്താ? ക്രിസ്ത്യാനിയാണോ? ജെയിംസ് ബോണ്ടേ, പറഞ്ഞു മനസ്സിലാക്കടാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്ക്. ടേക്ക് ഓഫ് യുവർ പാന്റ്സ് മാൻ ഓർ ഹി വിൽ പിസ് ഓൺ യു. അല്ല, നീ ആരടാ? സായിപ്പിന്റെ മോനോ? I was born in Coimbatore, studied in California, so little slow in Malayalam. ഇവിടെ ഒരു ധൃതിയുമില്ല, പതുക്കെ മലയാളത്തിൽ സംസാരിച്ചാ മതി. എന്താടാ, ആരാടാ നിങ്ങളോട് പാൻറ് ഇടാൻ പറഞ്ഞത്? ഊരടാ. നിങ്ങളുടെ കാൽച്ചട്ട എത്രയും വേഗം അഴിച്ചു മാറ്റുവിൻ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ദേഹത്ത് മൂത്രം തളിക്കുന്നതായിരിക്കും. മൂത്രം കൊണ്ട് തെളിക്കാന്നോ? എടാ, എന്ത് മലയാളം അത്? പഴയ മലയാള ലിപിയാ. നോക്കിക്കേ. ഡാ, പുറത്തോട്ട് വാടാ, പുറത്ത് വാടാ. നീ ഇപ്പോൾ പുറത്ത് വന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ നിന്റെ ഈ വാതിലിൽ ഞാൻ മൂത്രം കൊണ്ട് തെളിക്കും ഞാൻ. ഞാൻ 10 വരെ എണ്ണും. നീ പുറത്തോട്ട് വന്നില്ലെങ്കിൽ ഈ സെമിസ്റ്റർ മുഴുവനും നിന്റെ റൂമിന്റെ വാതൊക്കെ ഞാൻ മൂത്രം ഒഴിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9. ആരടാ അത്? 10. എന്നെ അനുഗ്രഹിച്ചാലും Salt water is a great conductor of electricity. 8ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഇവൻ അത് അപ്ലൈ ചെയ്തു. ഇതാണ് ഡോക്ടർ വിശ്വനാഥൻ, IECയുടെ പ്രിൻസിപ്പൽ. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ വൈറസ് എന്ന് വിളിക്കും. വൈറസിനെല്ലാം മത്സരമാണ്. അയാളെ ഒരു കാര്യത്തിലും ആരും തോൽപ്പിക്കുന്നത് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം സേവ് ചെയ്യാനായിട്ട് ഷർട്ടിൽ ബട്ടൺ വെക്കില്ല, വെൽക്രോ ആണ്. ടൈ കെട്ടില്ല, ക്ലിപ്പ് ചെയ്യുകയാണ്. വേറെ ഒരു വ്യത്യസ്തത കൂടിയുണ്ട്. ഒരേ സമയം 2 സബ്ജക്റ്റ് 2 കൈ കൊണ്ട് എഴുതാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, 2 കാലുകൾ കൊണ്ട് പോലും എഴുതാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലഞ്ച് കഴിഞ്ഞ് 7.5 മിനിറ്റ് ചെറിയൊരു ഗ്യാപ്പ്. അതിനുള്ളിൽ അൺപ്രൊഡക്റ്റീവ് വർക്ക് എന്ന് വിചാരിക്കുന്ന നഖം വെട്ടുക, മുടി വെട്ടുക, ഷേവ് ചെയ്യുക, ഇതുപോലുള്ള വർക്കൊക്കെ തീർക്കണമെന്ന് ഗോവിന്ദന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതേ, വൈറസ് മുട്ടയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. എല്ലാരും പുറത്തേക്ക് വരണം. വരൂ വരൂ വരൂ. വൈറസ് അടുത്തെത്തി. എല്ലാരും വരൂ, വേഗം വാ. എന്താ ഇത്? കുക്കു സാർ. ഇത് കുക്കൂസ് നെസ്റ്റ് സാർ. റോങ്. കുയിൽ ഒരിക്കലും കൂട് കെട്ടില്ല. കുയിൽ മുട്ടയിടുന്നത് എവിടെയാണെന്ന് അറിയാമോ? കാക്കക്കൂട്ടിലാണ് കുയിൽ മുട്ടയിടുക.
എന്താടാ ആദ്യ ദിവസം തന്നെ മുട്ടയും കുരുവിന്ന് ശകുനം ശരിയല്ലല്ലോടാ. കുയിലിന്റെ കുഞ്ഞുങ്ങളെല്ലാം മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ഉടനെ എന്ത് ചെയ്യുമെന്നറിയാമോ? കൂട്ടിനകത്ത് കിടക്കുന്ന കാക്കകളുടെ മുട്ടകളെയെല്ലാം താഴേക്ക് തള്ളിയിടും. ഇതിന് എന്ത് മനസ്സിലായി? The life begins with murder. That is nature. എല്ലാം തന്നെ പാഴായി പോയില്ലേ? നിങ്ങളും ഈ കുയിലിനെ പോലെയാണ്. ഇതെല്ലാം നിങ്ങൾ താഴേക്ക് തള്ളിയിട്ടുടച്ച കാക്കമുട്ടകളാണ്. ഡോണ്ട് ഫർഗെറ്റ്, ഓരോ വർഷം IECക്ക് 4 ലക്ഷം അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് 200 മാത്രമേ സെലക്ട് ആവുന്നുള്ളൂ. യു Others are broken eggs. എന്റെ മകൻ, മൈ ഓൺ സൺ, 3 വർഷം അപ്ലൈ ചെയ്തു. ഓരോ തവണയും പൊട്ടിയ മുട്ട പോലെയായി. റിമെമ്പർ, ലൈഫ് ഇസ് എ റേസ്. നീ വേഗത്തിൽ ഓടണം, അല്ലെങ്കിൽ നിന്റെ പുറകെ വരുന്നവൻ നിന്നെ ചവിട്ടിത്തേച്ചോടും. ലെറ്റ് മീ ടെൽ യു എ വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇത് ആസ്ട്രോനോട്ട്സ് പെൻ. സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ബോൾ പോയിന്റ് പെൻ, ഫൗണ്ടൻ പെൻ ഇതൊന്നും തെളിയില്ല. സോ ഒരുപാട് സയന്റിസ്റ്റ് ഒരുപാട് ഡോളേഴ്സ് ചെലവ് ചെയ്ത് ഈ സ്പേസ് പെന്ന് കണ്ടുപിടിച്ചു. ഇതുകൊണ്ട് ഏത് ഡിഗ്രിയിലും എഴുതാം, ഏത് ടെമ്പറേച്ചറിലും എഴുതാം. One day, when I was a student, our director of institute called me. Mr. Vishwanathan. Yes, sir. Come here. ഞാൻ പേടിച്ചുപോയി. അപ്പൊ ഈ പേന എന്റെ നേരെ കാണിച്ചേ. This is a symbol of excellence. ഞാൻ നിനക്കിത് സമ്മാനമായി തരുന്നു. എന്ന് നീ നിന്നെ പോലെ ഒരു എക്സ്ട്രോർഡിനറി സ്റ്റുഡന്റിനെ കാണുന്നോ അന്ന് നീ അവന് കൊടുക്കാൻ പറഞ്ഞു. 32 വർഷമായിട്ട് ഞാൻ നോക്കി നടക്കുവാണ്. ഇന്ന് വരെ എന്നെ പോലെ ഒരു സ്റ്റുഡന്റിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ ബാച്ചിലെങ്കിലും ഈ പേന ആരെങ്കിലും മേടിക്കൂ. ഞാൻ വാങ്ങും. ഗുഡ്, ഹാറ്റ്സ് ദം. എന്താടാ, നിനക്ക് പ്രത്യേകിച്ച് നോട്ടീസ് ബോർഡിൽ ഒട്ടണോ? ഹാൻഡ്സ് ഡൗൺ. സാർ, എനിക്കൊരു ഡൗട്ട്. ചോദിക്ക്. അത് സ്പേസിൽ പേന കൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതാമല്ലോ സാർ. 2 രൂപയിൽ കാര്യം കഴിയുമല്ലോ. എല്ലാരും പോവാൻ പറഞ്ഞില്ലേ? എടാ, അവൻ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇന്നലെ സീനിയറിന്റെ സീൻ ഓഫ് ചെയ്തു, ഇന്ന് വൈറസിന്റെ വായിലും വിരലിട്ടാട്ടി. അവനെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അത്രയും വലിയ മഹാനായ വൈറസിനെ ആപ്പ് വെച്ചല്ലോ. നേതാവേ, യു ആർ ഗ്രേറ്റ്. എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലും. എഴുന്നേക്കടാ, എഴുന്നേക്ക്. എഴുന്നേറ്റ് പോടാ. നിനക്ക് സ്കൂളിലൊന്നും പോണ്ടേ? സ്കൂൾ ഫീസ് നിന്റെ അച്ഛനെ തരാം. എടാ, അടിച്ചു നിന്നെ ഞാൻ പറഞ്ഞേക്കാം. പയ്യനാണെന്ന് വിചാരിക്കുമ്പോ. എടാ, സ്കൂളിൽ പഠിക്കുന്നതിന് ഫീസ് ആവശ്യമില്ലല്ലോ. യൂണിഫോം ഇട്ടാൽ മാത്രം മതി. എന്നാ നിനക്ക് ഏത് സ്കൂൾ യൂണിഫോം ഇഷ്ടപ്പെട്ടോ ആ സ്കൂളിന്റെ യൂണിഫോം മേടിച്ച് തയ്ച്ചിട്ടോ. എന്നിട്ട് എന്റെ പൊന്നു മോൻ വേഗം സ്കൂളിൽ പോയിരിക്കേ. ഈ തിരക്കിനിടയ്ക്ക് നിന്നെ ആരാ കണ്ടുപിടിക്കാൻ പോകുന്നത്? കണ്ടുപിടിച്ചാ നീ സ്കൂൾ മാറ്റിയേക്കണം, യൂണിഫോം മാറ്റിയേക്കണം. കണ്ടില്ലേ, അവൻ ആകെ വ്യത്യസ്തമാണ്. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ വേറെ രീതിയിലാണ് കാണുന്നത്. വൈറസിന്റെ കുയിൽക്കൂട്ടങ്ങളിൽ അവൻ മാത്രം മയിലായി. ഞങ്ങളെല്ലാം പ്രൊഫസറിന്റെ ഇഷ്ടം പോലെ ഒരു മിഷനായിരുന്നു. അവൻ മാത്രമാണ് മനുഷ്യനായിരുന്നത്. വാട്ട് ഈസ് എ മിഷൻ? സർ, സർ. എടാ, നീ എന്നാ ഇരുന്ന് ആടുന്നേ? അല്ല സാർ, ചെറുപ്പം മുതലേ എനിക്ക് എഞ്ചിനീയർ ആകണമെന്നാണ് മനസ്സിലെ ആഗ്രഹം. ഞാനിവിടെ ഇരിക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല സന്തോഷമുണ്ട് സാർ. ഒരുപാട് സന്തോഷിക്കണ്ട. ആദ്യം മിഷന്റെ ഡെഫിനിഷൻ പറ. സാർ, a mission is anything that reduces human offense, sir. Can you please elaborate? സാർ, ഏതൊരു വസ്തുവും മനുഷ്യന്റെ സമയം പാഴാക്കാതെ ജോലി എളുപ്പമാക്കുന്നുവോ അതാണ് മിഷൻ സാർ. ഇപ്പം നമുക്ക് വേർക്കുകയാണെങ്കിൽ സ്വിച്ച് ഇട്ട ഉടനെ കാറ്റ് വരുന്നു, ഫാൻ. മിഷൻ സാർ. ദൂരെയുള്ള ഫ്രണ്ടിനോട് സംസാരിക്കണമെങ്കിൽ ഫോൺ, മിഷൻ സാർ. നമ്മുടെ ചുറ്റിനുള്ള എല്ലാം മിഷനാണ് സാർ. പേനയുടെ നിബ് മുതൽ ദാ പാൻറിന്റെ സിബ് വരെ എല്ലാം മിഷനാണ് സാർ. 1 സെക്കൻഡ് അപ്പ്, 1 സെക്കൻഡ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ്. ഡെഫിനിഷൻ എന്താ സാർ? അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എന്താണോ പരീക്ഷയ്ക്ക് എഴുതാൻ പോന്നെ? ഇതെന്താ മിഷനാണ്? അപ് ഡൗൺ അപ് ഡൗൺ. ഇഡിയറ്റ്. Anybody else? Sir. Yes. Sir, missions are any combinations of bodies so connected that the relative motions are constrained, and by means of which force and motion may be transmitted and modifying. As a screw enters or a lever are raised to turn about a forearm or a pulley about its towards etc. Especially a construction more or less complex, consisting of a combination of moving parts or simple mechanical elements such as wheels, levers, cams, etc. Be good. Perfect. Thank you, sir. Please sit down. Thank you. ഇത് തന്നെയാ സാർ ഞാനും പറഞ്ഞത്. എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ. എളുപ്പത്തിൽ എല്ലാവർക്കും പഠിക്കണല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കുക. പക്ഷേ സാർ എല്ലാവരും മനസ്സിലാക്കണമല്ലോ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന്. ചുമ്മാ പുസ്തകത്തിലുള്ള സിദ്ധാന്തമൊക്കെ വായിച്ചു പഠിച്ച് മനസ്സിലാക്കുന്നതിൽ എന്തർത്ഥമാണ് സാർ ഉള്ളത്? പുസ്തകം പ്രസിദ്ധീകരിച്ചതിനെക്കാട്ടും ബുദ്ധിമാനാ സാർ. ഞാൻ പരീക്ഷയ്ക്ക് നീ ജയിക്കണ ഇതൊക്കെ എഴുതിയേ പറ്റൂ. അല്ല സാർ, ഞാൻ എന്താ പറഞ്ഞു എന്താ എളുപ്പത്തിൽ പറയണമെങ്കിൽ പുറത്തു പോ. Idiot. Missions are any combinations of bodies so connected that the relative motions are constrained, and by means of which force or emotion may be. നീ എന്തിനാ അകത്തോട്ട് വന്നേ? സാർ മറന്നുപോയി സാർ. എന്നാ മറന്നെന്ന്? Instrument and recorder analyzer summarize, organize, debated and explain information, data related, non-related, hardbound, paperbound, jacketed, non-jacketed with 4-hour introduction, table of contents index that are intended for the enlightenment, understanding, enrichment, enhancement and the education of the human brains, the sensory root of vision, sometimes touch. എന്ന് വെച്ചാൽ പുസ്തകം സാർ, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഡെഫിനേഷനാണ് സാർ. പുസ്തകം എടുക്കാൻ മറന്നുപോയി, അത് എടുക്കാൻ വന്നാ ഞാൻ. മനസ്സിലാവുന്ന ഭാഷയിൽ ആദ്യം പറഞ്ഞാൽ പോരായിരുന്നോ? അത് പറയാനാ സാറേ ഞാൻ ആദ്യം ട്രൈ ചെയ്തേ. എളുപ്പ വഴിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും സാറിന് ഇഷ്ടമാകില്ലല്ലോ. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അത് പാരിയാണ്. എപ്പോഴും ക്ലാസ്സിന് വെളിയിലാണ്. അവൻ്റെ ചോദ്യങ്ങൾ ഒരു പ്രൊഫസറിനും ഇഷ്ടമാവില്ല. ഉടനെ തന്നെ ക്ലാസ്സിന് പുറത്തായിരിക്കും. അവനത് മൈൻഡ് ചെയ്യാതെ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ക്ലാസ്സിൽ പോയിരിക്കും. ചോദിച്ചാൽ എല്ലാ അറിവല്ലേന്ന് തത്വം പറയും. പാരിയെ പോലെ തന്നെ വേറൊരുത്തനുണ്ടായിരുന്നു, പ്രിയദർശൻ. എക്സ്ക്യൂസ് മീ സർ. ടെൽ മീ പ്രിയദർശൻ. സർ, കോൺവൊക്കേഷൻ എപ്പോഴായിരിക്കും സർ? എന്തിനാ? നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരാൻ ആഗ്രഹിക്കുന്നു. ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യാനാ. എന്റെ ഗ്രാമത്തിൽ ഞാനാണ് ഫസ്റ്റ് എഞ്ചിനീയർ. ബന്ധുക്കളും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ആദ്യം നിന്റെ അച്ഛനെ ഒന്ന് ഫോണിൽ വിളിക്കേ. ഹറി അപ്പ്. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഹലോ, പ്രിയദർശന സംസാരിക്കുന്നേ. മോനെ സുഖം തന്നെയാണോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ശിവശങ്കര, നിങ്ങളുടെ മകൻ ഈ വർഷം എഞ്ചിനീയർ ആവില്ല. വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാശ് കളയണ്ട. എന്താ പറ്റിയത്? പറഞ്ഞ സമയത്ത് പ്രോജക്റ്റ് തയ്യാറാക്കിയില്ല. ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് സാറിന് ഇഷ്ടമായില്ല. സാറ് കാര്യമായിട്ടെന്തോ ഫീൽ ചെയ്ത് കൊച്ചു കുട്ടികൾ കളിക്കുന്ന പോലെ ഒരു പറക്കുന്ന ഹെലികോപ്റ്റർ റെഡിയാക്കിയിരിക്കുക. സാറേ, അവൻ നന്നായിട്ട് പഠിക്കുന്നു. ഹേ ലിസൺ, ഇറ്റ് ഈസ് വെരി അൺറിയലിസ്റ്റിക് ആൻഡ് ഇറ്റ് വോണ്ട് വർക്ക്. ശിവശങ്കരൻ, നിങ്ങളൊരു കാര്യം ചെയ്യേ, അവിടെ സാറിന് ഒരു കോഴി ഫാം ഇട്ട് കൊടുക്ക്. അറ്റ്ലീസ്റ്റ് സാറ് കോഴി പറക്കുന്നെങ്കിലും കാണട്ടെ. സർ, ഞാൻ അവസാനത്തെ സ്റ്റേജിലെത്തി സർ. ഈസ് യുവർ പ്രോജക്റ്റ് റെഡി? സർ, ഈസ് യുവർ പ്രോജക്റ്റ് റെഡി? സർ, ഒരു പ്രാവശ്യം എന്റെ പ്രോജക്റ്റ് ഒന്ന് നോക്കൂ. Submit ചെയ്യാൻ കുറച്ച് സമയം കൂടെ തന്നാൽ മതി. ഞാൻ എന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തോളാം. Why should I give extension? സർ, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് 2 മാസം ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. 2 മാസം ഒന്നും കഴിക്കാതിരുന്നോ? നോ സർ. കുളിക്കാതിരുന്നോ? നോ സർ. ഞായറാഴ്ച മകൻ ട്രെയിൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. തിങ്കളാഴ്ച കാലത്ത് ഫസ്റ്റ് അവർ ക്ലാസ്. ഞാൻ ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് എടുത്തു. സോ ഡോണ്ട് ഗിവ് മീ ദാറ്റ് ബുൾഷിറ്റ് പ്രിയദർശൻ. നിന്നെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ പറ്റൂ. എക്സ്റ്റൻഷൻ തരാൻ പറ്റില്ല. സർ, ഗോ ക്വിറ്റ്. സർ, എന്റെ പ്രോജക്റ്റ് തീരാറായി സർ. സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹെലികോപ്റ്ററിനകത്ത് വയർലെസ് ക്യാമറ. ട്രാഫിക്കിനും സെക്യൂരിറ്റിക്കും എല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഫെയിലിയർ പ്രോജക്റ്റ് ആണ്. ഇത് പറക്കത്തില്ലെന്ന് വൈറസ് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് പറക്കില്ല? നമ്മൾ അതിനെ പറപ്പിക്കുന്നു.
പ്രിയൻ ഏകദേശം അടുത്തിരിക്കുക. കുറച്ച് സമയം കൂടെ കൊടുത്ത് അവനെ എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ അവന് തീർത്തനെ. ദേ, അവനിതറിയണ്ട, സർപ്രൈസ് ആയിരിക്കട്ടെ. ഇത് ജനലിലൂടെ അവന്റെ റൂമിലേക്ക് പറപ്പിച്ചിട്ട് അവന്റെ റിയാക്ഷൻ നമുക്ക് സ്ക്രീനിൽ ഒന്ന് കാണണം മോനെ. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യമാ. അവന്റെ പ്രോജക്റ്റ് നമ്മൾ ചെയ്ത പിന്നെ നമ്മുടെ പ്രോജക്റ്റ് ആര് ചെയ്യും? അത് മാത്രമല്ല, ടെസ്റ്റ്, വൈവ, ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഓരോ സെമസ്റ്ററിലും നമുക്ക് 42 എക്സാം ഉണ്ട്. എന്താടാ നീ എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ പേടിക്കുന്നത്? ആ കൈയും കാണിച്ച് നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞേ ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ എന്ന്. ആൾ ഈസ് വെൽ, ആൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ആൾ ഈസ് വെൽ. കൊള്ളാലോ, സ്വാമി പാര്യാനന്ദ പുതിയതോ മന്ത്രം പറയാ. എന്താ ഇത്? ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതെന്നർത്ഥം. നല്ലതേ നടക്കുന്നുള്ള പോസിറ്റീവ് എനർജി. ഞങ്ങളുടെ നാട്ടില് മറിയം സൂസ എന്ന് പറഞ്ഞ ഒരു കാവൽക്കാരനുണ്ടായിരുന്നു. രാത്രിയായാൽ മതി ഓൾ ഈസ് വെൽ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. ഞങ്ങളെല്ലാം സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു ദിവസം നാട്ടിലൊരു മോഷണം നടന്നു. അതിനുശേഷം മനസ്സിലായത് രാത്രി അയാൾക്ക് കണ്ണ് കാണില്ല എന്ന്. അയാൾ എന്നും ഓളീസൽ ഓളീസൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നും അറിയാതെ പാവം ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടേയിരുന്നു. അന്നാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ മനസ്സില്ലേ, അതൊരു പേടിത്തൊണ്ടനാണെന്നുള്ളത്. ഇവനെ പോലെ അതിനെ നമ്മൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടായാലും മനസ്സിൽ നമ്മൾ ഒന്നുമില്ല, എല്ലാം ശരിയാകും, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ പ്രശ്നമെല്ലാം അങ്ങ് അവസാനിക്കൂ? അതല്ല, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ധൈര്യം വരും. ആ, ഈ മന്ത്രം നീ മനസ്സിൽ വെച്ചോളൂ, ഇത് നിനക്ക് വളരെ അത്യാവശ്യമായി വരും.